Good morning, students. അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നോക്കാം. Let x has the probability density function f of x equal to x plus 1 by 2 if minus 1 less than x less than 1, 0 otherwise. Find the mean and the standard deviation of x. രണ്ടാമത്തെ മോഡലായ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇവിടെ നമുക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം മീൻ കണ്ടുപിടിക്കാം. മീൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്ടേഷൻ എക്സ് ആണ്. എക്സ്പെക്ടേഷൻ എക്സ് കാണാനുള്ള ഫോർമുല എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി. തന്നിരിക്കുന്ന ഫംഗ്ഷനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മീൻ കിട്ടും. ഇവിടെ നമുക്ക് ഇന്റഗ്രൽ, ഇവിടുത്തെ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് എന്താണ്? -1 to +1 ആണ്. അപ്പൊ ലോവർ ലിമിറ്റ് -1 എഴുതുന്നു, അപ്പർ ലിമിറ്റ് +1 എഴുതുന്നു. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1/2 dx. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1/2. ഇനി നമ്മളത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ 1/2 നമുക്ക് പുറത്തേക്ക് എഴുതാം. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ -1 to 1 x² dx പ്ലസ് ഇന്റഗ്രൽ -1 to 1 x dx. രണ്ടായിട്ട് നമ്മൾ തിരിച്ചെഴുതി. 1/2 നമ്മൾ പുറത്തേക്ക് എടുത്തു. എക്സിന് എക്സ് കൊണ്ട് ഗുണിച്ചപ്പോൾ x² കിട്ടി, എക്സിന് 1 കൊണ്ട് ഗുണിച്ചപ്പോൾ x കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇന്റഗ്രൽ -1 to +1 x² dx. x² എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആണ് നമുക്ക് എന്ത് എഴുതാം? We can apply the property of even function. അപ്പോ 2 times 0 to 1 എഴുതാം. 2 times 0 to 1 x² dx. ഏത് ഫോർമുലയാണ്? ഇന്റഗ്രൽ -a to a f of x dx എന്ന് പറയുന്നത് 2 times 0 to a f of x dx ആണ്. അപ്പോ f of x ഈവൻ ആണ്. x² ഈവൻ ആയതുകൊണ്ട് 2 times 0 to 1 x² dx. രണ്ടാമത്തെ കേസിൽ x എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ കേസിന് ആൻസർ 0. ഇനി നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പൊ x² നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ എന്ന് വരും. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1/3. അപ്പൊ മീനിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 1/3. ഇനി നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? വേരിയൻസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് മീൻ ഈസ് ഈക്വൽ ടു 1/3. മീൻ is equal to expectation x is equal to 1/3. ഇനി വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വേരിയൻസ് കാണണമെങ്കിൽ equal to expectation x² minus expectation x the whole square. ആദ്യം നമ്മൾ expectation x² കണ്ടുപിടിക്കാം. അതിനുള്ള ഫോർമുല എന്താണ്? ഇന്റഗ്രൽ -1 to +1 x² into x plus 1/2. തന്നിരിക്കുന്ന ഫംഗ്ഷനെ x² കൊണ്ട് ഗുണിക്കണം. x² into x plus 1/2. ഇത് 1/2 നമ്മൾ പുറത്തേക്ക് മാറ്റുന്നു. 1/2 ഇന്റഗ്രൽ -1 to +1 x² into x എന്ന് പറഞ്ഞാൽ എന്താണ്? x³ ആണ്. x³ dx പ്ലസ് ഇന്റഗ്രൽ -1 to +1 x² dx. ഇതിന്റെ രണ്ടായിട്ട് നമ്മൾ ഇതിനെ തിരിച്ചു വെച്ചു. ഇനി x³ എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? x³ എന്ന് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷൻ ആണ്. ആദ്യത്തിന്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ ഫസ്റ്റ് ടൈം 0 ആയിരിക്കും. രണ്ടാമത്തെ കേസിൽ x² ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ 2 times 0 to 1 x² dx. ഈ 2 നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x² നെ x³/3 എന്ന് വരും. therefore ഇന്റഗ്രൽ 0 to 1. therefore നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1/3. അപ്പൊ എക്സ്പ്രഷൻ x² വാല്യൂ നമുക്ക് 1/3. ഇനി നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് വേരിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. therefore variance is equal to variance of x is equal to expectation x² എന്ന് പറഞ്ഞാൽ 1/3 ആണ്. 1/3 മൈനസ് expectation x whole square എത്രയായിരുന്നു? expectation x എന്ന് പറഞ്ഞാൽ 1/3 ആയിരുന്നു. 1/3 the whole square. therefore 1/3 minus 1/9 വരും. ഇതിന്റെ x 9 എടുത്തു കഴിഞ്ഞാൽ 9 3 3 പ്രാവശ്യം 3 മൈനസ് 1 2/3. അപ്പൊ വേരിയൻസ് ഓഫ് x is equal to നമുക്ക് എത്ര കിട്ടി? വേരിയൻസ് ഓഫ് x is equal to 2/9 കിട്ടി. ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √2. അപ്പൊ മീനും വേരിയൻസും നമുക്ക് ഈ പ്രോബ്ലത്തിൽ കിട്ടി. അപ്പൊ ഈ പ്രോബ്ലം നമ്മൾ ചെയ്ത റിസൾട്ട് എന്താണ്? എക്സ്പെക്ടേഷൻ x കണ്ടുപിടിക്കുക, എക്സ്പെക്ടേഷൻ x² കണ്ടുപിടിക്കുക. എക്സ്പെക്ടേഷൻ x എന്ന് പറയുന്നതാണ് മീൻ. എക്സ്പെക്ടേഷൻ x² നിന്ന് എക്സ്പെക്ടേഷൻ x whole square കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്?
വേരിയൻസ്. അപ്പൊ മീനിന്റെ എക്സ്പെക്ടേഷൻ എക്സിന്റെ ആൻസർ 1/3, വേരിയൻസിന്റെ ആൻസർ 2/9 കേട്ടോ.